ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചൊരു വോയിസ് മെയിലിൻ്റെ ബേസ് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പുള്ളിക്ക് അത് ടാക്കിൾ ചെയ്ത് ഒരു അഭിമുഖീകരിക്കാൻ പറ്റി. അപ്പം ബാക്കിയുള്ളവർക്കും അത് അഭിമുഖീകരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഇനിയൊരു ചതിക്കുള്ളിൽ ആരും പെടരുത് എന്നോർത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ ഒത്തിരി തട്ടിപ്പുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അതിനകത്തൊക്കെ പോയി വീണിട്ട് വെറുതെ നമ്മൾ കാശ് കൊടുക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, എനിവേ ഞാനത് കണ്ടൻറ്റിലോട്ട് വരാം. വീഡിയോ ക്ലിപ്പ് വോയിസ് മെയിൽ ഞാൻ കേൾപ്പിക്കുന്നില്ല, പക്ഷേ ഞാൻ കണ്ടൻറ്റ് ഞാൻ പറയാം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബർ നെറ്റിലൊക്കെ ഒത്തിരി സെർച്ച് ചെയ്തു എങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അക്കൗണ്ട്, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ സെർച്ച് ചെയ്തു. പലത്തും വിളിച്ചൊക്കെ ചോദിച്ചു. അപ്പം ഈ നമ്പർ പുള്ളിയുടെ എങ്ങനെയോ നാട്ടിലൊരു ഏജൻസിയിൽ ചെന്നു. അതെന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ ഏജൻസിയാണ്, മീൻസ് ടിപ്പൊക്കെ കൊടുക്കുന്നൊരു ഏജൻസിയാണ്. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ടിപ്സ് കൊടുക്കുന്ന ഏജൻസിയാണ്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം, കുറേ ഡീറ്റെയിലൊക്കെ അവർ പറഞ്ഞു, മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ടിപ്പ് കൊടുക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് പാക്കേജ് 30,000 പാക്കേജ്, 35,000 പാക്കേജ്, അങ്ങനെ 2-3 പാക്കേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടും കുറഞ്ഞ പാക്കേജിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതിൻ്റെ അവർ കൊടുത്തേക്കുന്ന ഓഫർ എന്ന് വെച്ചാൽ 1 ഇയറിൽ 100% പ്രോഫിറ്റ് ആകും എന്ന് പറഞ്ഞാണ് ഓഫർ കൊടുത്തേക്കുന്നത്. അപ്പം അത് ഏറ്റവും ചെറിയ പാക്കേജാണ്. 1 ഇയറിൽ ഇതിൽ 100% പ്രോഫിറ്റ് ഇദ്ദേഹം എനിക്ക് അയച്ചു. അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിയില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു ഫ്രോഡ് മനസ്സിലാക്കി എനിക്കത് അയച്ചു തന്നു. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്തൊരു മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓക്കെ 1 വർഷം കൊണ്ട് 100% പ്രോഫിറ്റ്, ഓക്കെ നമുക്ക് കൊടുത്തു കളയാം, 30,000 ആദ്യമേ അവന് കൊടുക്കും, എന്നിട്ടാണ് അവൻ ടിപ്പ് തരത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പൈസ അവന് കിട്ടേണ്ട പൈസ അവന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അവന് സ്റ്റോക്ക് പറഞ്ഞു തരും, അത് കയറുമോ ഇല്ല എന്നുള്ള 50-50 ചാൻസേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ അതിനകത്ത് ഒരു ട്രിക്കി പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ടിപ്പ് തരുന്ന ആൾക്കാർക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ടിപ്പ് തരുന്ന ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല? അപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം. അവർക്ക് എങ്ങനെയായാലും 1 വർഷത്തിൽ 100% പ്രോഫിറ്റ് അഷ്യൂരിറ്റിയാണ്. അപ്പം എവിടുന്നേലും കുറേ പൈസ സംഘടിപ്പിച്ച് 10-20 ലക്ഷം രൂപ സംഘടിപ്പിച്ചിട്ട് അവർക്ക് തന്നെ അക്കൗണ്ട് ഇട്ടിട്ട് ഇരട്ടിയാക്കി എന്തിനാ നിങ്ങൾക്ക് ടിപ്പ് തന്ന സമയം കളയേണ്ടത് നിങ്ങളത് ആലോചിക്കണം. ഒരു കമ്പനിയും നിങ്ങളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നില്ല. ഒരു കമ്പനി ഇവർക്കൊരു ബാക്ക് ഹൗസ് ഉണ്ട്, അവിടെ ആൾക്കാരുണ്ട്, ജീവനക്കാരുണ്ട്, അവർക്ക് സാലറി കൊടുക്കണം, അതിനുവേണ്ടി അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഈ ഒരു ഇൻറ്റൻഷനിലാണ് അവർ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനത്തെ ചതിക്കുള്ളൊന്നും പെടാതിരിക്കുക. അവരോട് തീർത്ത് നിങ്ങൾ തിരിച്ചു വയ്ക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തുകൂടെ, ഇത്ര അറിയാമെങ്കിൽ. പിന്നെ നമുക്ക് ഞാനൊരു സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ഞാൻ കാണിക്കും. എനിക്ക് കഴിഞ്ഞൊരു 1.5 വർഷം കൊണ്ട് എൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ലെവൽ 200-150 എബോവ് ആണ് എൻ്റെ പല പ്രോഫിറ്റിനും. ജസ്റ്റ് സിമ്പിൾ ലോജിക്കാണ്. ലോങ് ടൈം നല്ല സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക, അല്ലാതെ വേറൊരു റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും അതിന് വേണ്ട. നമുക്കൊരു കമ്പനി മനസ്സിലാക്കുക, നല്ല കമ്പനിയാണെന്ന് മനസ്സിലാക്കുക. എന്താ പറയുന്നത്, ഇപ്പം നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസും നല്ല കമ്പനീസിൻ്റെയാണ്. ബാറ്റ അല്ലെങ്കിൽ FNG സെക്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിയർ, ITC, അത് കഴിഞ്ഞ് മാരുതി, പിന്നെ HDFC ബാങ്ക്, ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട് നമ്മുടെ ചുറ്റും, നമുക്കറിയാവുന്ന കമ്പനീസ്. അപ്പോൾ ഇങ്ങനത്തെ കമ്പനീസിൽ നിങ്ങൾ അതിൻ്റെ ചാർട്ടൊന്ന് മനസ്സിലാക്കുക. 1 വർഷം അത് എത്ര പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്, അതിന് മിനിമം അതൊരു പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഷെയർ മാർക്കറ്റിൽ നമുക്കതിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ പോയി പൈസയും കൊടുത്ത്, ഇപ്പം അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാലും ഇല്ലെങ്കിൽ 30,000 അവരുടെ കയ്യിലായി. പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ചിലപ്പോൾ 60% ആകും, ചിലപ്പോൾ 100%, ചിലപ്പോൾ നെഗറ്റീവിൽ പോകും. അപ്പം വെറുതെ നിങ്ങൾ ഇങ്ങനത്തെ തട്ടിപ്പുകളിലൊന്നും ഇരയാതിരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. വെറുതെ അവർക്കൊണ്ട് പൈസ കൊടുക്കുക. നിങ്ങളെപ്പോലുള്ളൊരു 100 പേരെയാണ്, അതായത് 30,000 ഒരു 100 പേരെ ഇങ്ങനെ പറ്റിച്ചാൽ അവർക്ക് ആവശ്യമായ പൈസ അവർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്ര പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. ഈ കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലും പറ്റിക്കപ്പെട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് ഷെയർ ചെയ്യുക. അവർ മീൻസ് ഇങ്ങനെ ഒത്തിരി തട്ടിപ്പുകളുണ്ട്. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോണ്ട് മാത്രം ഈ ഒരു ടോപ്പിക്ക് മാത്രം പറഞ്ഞു. ഇങ്ങനെ ഒത്തിരി ടോപ്പിക്കുകളുണ്ട് തട്ടിപ്പിൻ്റെതായിട്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന മെയിനായിട്ട് കാര്യം, ഒരു കമ്പനിയും നിങ്ങളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നില്ല. ഒരു കമ്പനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തരണം എന്ന രീതിയിൽ ആരും വർക്ക് ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്തു, 30,000 അവർക്ക് കിട്ടി.
ഇത്രയും അവർക്ക് അറിയാഞ്ഞിട്ട് അവർ പൈസ ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? പൈസ ഇടുന്നത് റിസ്ക്കാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. അവർ റിസ്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തരും, നിങ്ങളോട് ഇത് മേടിക്കാൻ പറയും. നിങ്ങൾക്ക് കിട്ടിയാൽ ഓക്കെ, അവൻ അടുത്ത വർഷം പറയും ഇച്ചിരി കൂട്ടിത്തരണം എന്ന് പറയും, 40,000 മേടിക്കും. അപ്പോൾ അവന് സിമ്പിൾ മണി, നിങ്ങൾക്ക് റിസ്ക് മണി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ തട്ടിപ്പിലൊക്കെ പെടാതിരിക്കുക. ഇപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.